ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഈ പ്രാവശ്യം അടിപൊളി മാറ്റങ്ങളാണ് ബിഗ് ബോസ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന്. ആ ഒരു മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ കണ്ടസ്റ്റൻസിനൊപ്പം കണ്ടസ്റ്റൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പുതുപുത്തൻ ടാസ്കും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ബിഗ് ബോസിലേക്ക് ഈ പറയുന്ന കണ്ടസ്റ്റൻസ് കയറുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഫാമിലി അവരുടെ ഫാമിലി ഓർ ഫ്രണ്ട്സ്, അവരുടെ ഏറ്റവും അടുത്തുള്ള ആളുകളായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് അവരെ കയറ്റിവിടുന്നത്. ഇപ്പൊ അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ ഉടനെ തന്നെ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലേക്ക് കയറും. അതായത് ബിഗ് ബോസ് വീടിന്റെ ഇൻഡോർ ഷൂട്ടിങ്ങിന് വേണ്ടി ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ഓരോരോ സംഭവങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ടുള്ള ഷൂട്ടൊക്കെ അവസാനിച്ചതിന് ശേഷമായിരിക്കുള്ളൂ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓഗസ്റ്റ് മാസം 2 തീയതി, അതായത് നാളെ ആയിരിക്കും ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റി വിടുന്നത്. പക്ഷേ ഇതിനകത്ത് വരുന്ന ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ അവരായിട്ട് അടുപ്പമുള്ള ആർക്കും ഈ പറയുന്ന ഷൂട്ടിംഗ് കാണാനായിട്ട് അനുമതിയില്ല. അതായത് ലാലേട്ടന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും കണ്ടസ്റ്റൻസിനൊപ്പം വന്നിരിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ കേരളത്തിലേക്ക് വിടും. അതാണ് ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്നത് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട്, ഒരു കാര്യത്തിന് പോലും പുറത്തേക്ക് പോകാനായിട്ട്, ഈവൻ ആ ഒരു റൂമിന്റെ ഫ്രണ്ടിൽ ഈ റൂം ബോയ് ഫുഡായിട്ട് ചെല്ലുന്ന സമയത്ത് പോലും ആ ഒരു ഫുഡ് പോലും വാങ്ങാനായിട്ട് കണ്ടസ്റ്റൻസിന് ചെല്ലാനായിട്ട് സാധിക്കില്ല. അതിനു വേണ്ടിയാണ് ഈ പറയുന്ന ഫാമിലിയിലോ അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരന്മാരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് എല്ലാവരെയും ബിഗ് ബോസ് താമസിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് ഈ പറയുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാൻസും പ്രാക്ടീസും എല്ലാനും അവർ നാളെ ലാലേട്ടന്റെ മുമ്പിൽ ഏത് കോസ്റ്റ്യൂമിലാണോ ചെല്ലുന്നത് അതേ കോസ്റ്റ്യൂമിൽ തന്നെ ഇന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനായിട്ടുള്ള ഷൂട്ട് നാളെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ബിഗ് ബോസ് വീട് ഒരു കാർഡിന്റെ ഒരു കാർഡ് തന്നെയാണ് ഒരു ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ ഒരുക്കി വെച്ചിരിക്കുന്നത്. ബിഗ് ബോസ് വീടിന്റെ തീം തന്നെ ഒരു ജംഗിൾ തീമാണ്. അപ്പോൾ ഭയങ്കര ആഡംബരങ്ങളുള്ള ഒരു കിടുകിടിലം വീടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പല ഒരുക്കങ്ങളും നാളെ നമുക്ക് കാണാം. എന്തൊക്കെയാണെങ്കിലും ആ ഒരു എക്സൈറ്റ്മെന്റ് അതുപോലെ തന്നെ ഇരിക്കട്ടെ. ലാലേട്ടന്റെ ആ ഒരു ഇൻഡോർ ഷൂട്ടൊക്കെ നമ്മൾ കാണാനായിട്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തൊക്കെയാണെങ്കിലും കണ്ടസ്റ്റൻസിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏതൊക്കെ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന്. അത് നമുക്ക് പറയാം. ബിഗ് ബോസ് ഹൗസിൽ ഈ പറയുന്ന സെറ്റിൽ എത്തിച്ചേർന്നിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളും നമ്മൾ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഇപ്പൊ സെറ്റിലുണ്ട്. അവരുടെയൊക്കെ ഡാൻസും അതുപോലെ തന്നെ ഈ പറയുന്ന ഫാമിലി അംഗങ്ങളായിട്ടുള്ള ഈ പറയുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് അവർ നാളെ ആയിരിക്കും കയറാനായിട്ട് പോകുന്നത്. ഈ ടാസ്കും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കേരളത്തിലേക്ക് അയക്കുന്നതായിരിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഫാമിലി മെമ്പേഴ്സിന് പോലും ടാസ്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് കണ്ടസ്റ്റൻസിനെ കയറ്റി വിടാനായിട്ട്. ടാസ്ക് എന്താണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ നാളെ തന്നെ കണ്ടാൽ മതി. ലാലേട്ടനൊന്നും അല്ല ടാസ്കിൽ നിൽക്കുന്നത്. കൂടെ ടാസ്ക് ഒക്കെ ഔട്ട്ഡോർ ആണ്. ഇൻഡോർ പരിപാടികളൊന്നും ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനെയോ കൂട്ടുകാരെയോ ഒന്നും കാണിക്കത്തൊന്നുമില്ല. അപ്പോൾ ഔട്ട്ഡോറിലാണ് ഈ പറയുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇവരുടെ ഇൻഡോർ ഷൂട്ടിംഗ് വരും. പിന്നീട് ലാലേട്ടനുമായിട്ടുള്ള ഷൂട്ട് നാളെ. ലാലേട്ടൻ അതിനു മുമ്പ് ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതായിരിക്കും. ആ ഒരു ആഡംബര വീട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കണമല്ലോ. അപ്പൊ ആ ഒരു പരിപാടിയൊക്കെ ഇന്ന് തന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. അതിന്റെ പ്രൊമോ നാളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാളെ ഒരു ഉച്ചയോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പ്രൊമോ കാണാനായിട്ട് സാധിക്കും. ഒരു കിടിലം പ്രൊമോ വരുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ലാലേട്ടന്റെ ഒരു മാസ് ലുക്കും അതുപോലെ തന്നെ ബി ഹൗസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഡാൻസും പാട്ടും എല്ലാ പരിപാടികളൊക്കെ ആയിട്ട് നാളെ ഒരു പ്രൊമോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നാളെ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൽ കയറും. ഓഗസ്റ്റ് 3 തീയതി, അതായത് മറ്റന്നാൾ രാത്രി 7 മണിക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലും നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ആരൊക്കെയാണ് കയറുന്നത്, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ബിഗ് ബോസ് ഹൗസിൽ കയറുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് വരാനിരിക്കുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ എത്തിയോ, രേണുവിന്റെ ഒപ്പം കിച്ചു ആണോ പോയിരിക്കുന്നത്, അത്തരത്തിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെയൊക്കെ പറ്റി നമുക്ക് വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളത് നേരിട്ട് കാണും എന്താണ് സംഭവം എന്ന്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പല കണ്ടസ്റ്റൻസുകളുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി വലിയ കാര്യം
കാര്യമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും ഉണ്ട്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഷാനവാസ് ആയാലും രേണു ആയാലും ബിന്നി സെബാസ്റ്റ്യൻ ആയാലും അപ്പാണി ശരത്ത് ആയാലും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്കൊരു വീഡിയോ അതിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കണ്ടസ്റ്റൻസും സെറ്റിൽ എത്തിയത് പറഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോ വേണമെങ്കിൽ ഒരു ഫൈനൽ ലിസ്റ്റ് എന്ന പേരിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി കാണുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എന്തായാലും നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാറായി എന്ന് പറയില്ലേ, വന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നമുക്ക് ബിഗ് ബോസിന്റെ അടിപൊളി റിവ്യൂസും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ മറ്റുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്